flavors of Thailand. അങ്ങനെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ടീം തായ്ലൻഡ് സന്ദർശിക്കാനായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വന്ന ഡെസ്റ്റിനേഷൻ പോയിന്റ് പട്ടായയായിരുന്നു. ക്യാപിറ്റൽ ബാങ്കോക്ക് ആണെങ്കിൽ പോലും പട്ടായയിലാണ് സാധാരണ ടൂറിസ്റ്റുകൾ ആദ്യം വരുന്നത്. എയർപോർട്ടിൽ നിന്നും നേരെ പട്ടായ എൻജോയ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും പട്ടായ വിശേഷങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ. നൈറ്റ് ലൈഫും ധാരാളം രാത്രി കാഴ്ചകളും ഉറങ്ങാത്ത ഒരു നഗരം എന്ന് പറയാവുന്ന ഈ ഒരു പട്ടായ എന്ന ഈ ബിഗ് സിറ്റി എത്ര രസകരമായ അനുഭവങ്ങളാണ് നമുക്ക് തന്നതല്ലേ. ഇതൊരു വ്യത്യസ്തമായ ലോകം. ഇവിടുത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊരു സെക്സ് ടൂറിസത്തിൻ്റെയും കൂടി ഒരു സ്ഥലമാണ്. കാണുന്നതിനും ഇത് റെക്കോർഡ് ചെയ്യുന്നതിനും ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. കുറച്ച് റിസ്ക് എടുത്താണ് ചെയ്തത്. ഭയങ്കര ശബ്ദമുഖരിതമാണ് വാക്കിംഗ് സ്ട്രീറ്റ്. അപ്പോൾ പട്ടായയിൽ വന്നു കഴിയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ട് ശീലിച്ചിട്ടില്ലാത്ത, കണ്ടറിഞ്ഞിട്ടില്ലാത്ത, പരിചിതമല്ലാത്തൊരു ലോകമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. ഇപ്പോൾ സെക്സ് ടൂറിസം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അവരുടെ ഇതല്ലെങ്കിൽ ഒരു പുവർ കൺട്രിയാണ്. അവരുടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് അത് തന്നെയാണ്. ഒരു പക്ഷേ ഈ ഒരു പട്ടായ എന്ന് പറയുന്ന നഗരം ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്രത്തോളം വികസിച്ചത് 1960-കൾക്ക് ശേഷമാണ്. അതിനു മുമ്പ് ഇതൊരു സാധാരണ ഒരു കോസ്റ്റൽ ഒരു 1970s ആ ഒരു സമയത്തല്ല, ഇതൊരു വെറും ഒരു കോസ്റ്റലായിട്ടുള്ള ഒരു എന്താ പറയുക കടലോര ഗ്രാമം പോലെ കിടന്ന സ്ഥലം ഇങ്ങനെ ഒരു സെക്സ് ടൂറിസത്തിൻ്റെ ഒരു ക്യാപിറ്റലായി മാറിയത് എങ്ങനെയെന്നുള്ളതാണ്. അതിന് ഒരു ഇതെന്ന് പറയുന്നത് കൂടുതലായിട്ട് അറിയുന്ന കാര്യം US ആർമിയിലെ കുറേ സോൾജേഴ്സ് വിയറ്റ്നാം വാർ കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനും ഒന്ന് ഉല്ലസിക്കാനും അല്ലെങ്കിൽ അവരുടെ ആ യുദ്ധത്തിൻ്റെ ക്ഷീണമെല്ലാം മാറാനായിട്ട് അവർ കുറേ ആൾക്കാർ വന്ന് ഈ പട്ടായ ഭാഗത്ത് വന്ന് താമസിക്കുകയും കുറച്ച് ദിവസങ്ങൾ ചിലവിടുകയും ചെയ്തു എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നും കിട്ടിയ പ്രചോദനം കൊണ്ട് അത് നാട്ടിലേക്ക് കൂടുതൽ ആൾക്കാരെ വീണ്ടും ഇവിടേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു സ്ഥലമാണ് പട്ടായ. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ രീതിയിലുള്ളൊരു വളർച്ചയാണ്. ഒരു പക്ഷേ ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മളിവിടെ വരികയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല, ഇതിലും വലിയൊരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതിനടുത്ത് ഗ്രാമങ്ങൾ അങ്ങനെയൊന്നുമില്ല, വളരെ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിങ്ങനെ പലതരം ജോലികൾ, ഇപ്പോൾ സെക്സ് ടൂറിസത്തിൻ്റെ ഭാഗമാകാം, അതല്ലെങ്കിൽ മറ്റ് ബിസിനസ് കാര്യങ്ങൾക്കാകാം, വഴിയോടെ കച്ചവടക്കാരാകാം, അതിനെല്ലാം വന്ന് താമസിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഫാമിലി ആയിട്ട് വന്ന് താമസിക്കുന്ന ഒരു കാഴ്ചയല്ല കാണുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ഒരു ആധിപത്യമുള്ള ഒരു സ്ഥലം, വ്യത്യസ്തമായ രീതിയാണ്. അപ്പോൾ നമ്മൾക്ക് പരിചിതമല്ലെങ്കിലും ഇതും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു വലിയൊരു ജനത ഒരു രാജ്യത്ത് ജീവിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബാങ്കോക്ക് ആൻഡ് പട്ടായ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. വരാൻ പറ്റിയ സ്ഥലം, വ്യത്യസ്തമായ രുചിഭേദങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റിയ സ്ഥലം, വളരെ സേഫാണ്. പിക്ക് പോക്കറ്റേഴ്സിൻ്റെയൊക്കെ ശല്യമുള്ളൂ. നമ്മൾ കൊണ്ടുവരുന്ന പൈസയും മറ്റു കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സും സൂക്ഷിക്കുക. അല്ലാതെ സ്ത്രീകൾക്ക് വേറെ ത്രെറ്റൊന്നുമില്ല, വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷനും മറ്റു കാര്യങ്ങളൊന്നും ലീഗലൈസ്ഡ് ഒന്നും അല്ല. എങ്കിൽ പോലും ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആരും അവരെ അങ്ങനെ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ ആർമിയാണ് ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത്. രാജാവ് വളരെ വയസ്സായി കഴിഞ്ഞു. കിങ്ഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ആർമിയുടെ അധീനതയിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ തീരുന്നില്ല. ഇവിടെ ഇനിയും ഉറങ്ങാത്ത രാത്രികൾ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോയിൻ്റായ ബാങ്കോക്കിലേക്ക് പോകണം. ക്യാപിറ്റൽ സിറ്റി ഓഫ് തായ്ലൻഡ്. ബാങ്കോക്ക് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള, ഒരു പക്ഷേ ഇതിനെക്കാട്ടിലും കൂടുതൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വലിയ നഗരമാണ്. അത് ഭയങ്കര ഒരു മെട്രോപൊളിറ്റൻ സിറ്റി പോലെയാണ്. എപ്പോഴും ആളും ബഹളവും തിക്കും തിരക്കും
എന്താ പറയുക, ഒരു തിരക്ക് പിടിച്ച ഒരു നഗരമാണ്. അപ്പോൾ ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ബാങ്കോക്കിലെ വിശേഷങ്ങളാണ്. അപ്പോൾ പട്ടായയിൽ നിന്നും നമ്മൾ തിരിച്ച് ബാങ്കോക്ക് ഭാഗത്തേക്ക് പോവുകയാണ്. ബാങ്കോക്കിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഏതാണ്ട് 165 കിലോമീറ്റേഴ്സ്, ഏതാണ്ട് വലിയ ഹെവി ട്രാഫിക് ഇല്ലെങ്കിൽ 2 മണിക്കൂർ ബൈ റോഡ് നമ്മൾ ബാങ്കോക്കിലെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ബാങ്കോക്ക് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത്തരം കാഴ്ചകൾ കാണണ്ടേ? അപ്പോൾ പട്ടായയിൽ നിന്നും ബാങ്കോക്കിലേക്ക്. വെൽക്കം ടു ദ സിറ്റി ഓഫ് ബാങ്കോക്ക്. അപ്പോൾ ബാങ്കോക്കിലെ ബ്യൂട്ടിഫുൾ സിറ്റി കാഴ്ചകളുമായി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇഷ്ടം പോലെ കാഴ്ചകൾ നമ്മൾക്കായി കാത്തു നിൽക്കുന്നു. ഇത് എങ്ങോട്ട് തിരിഞ്ഞാലും മോൾസും ഭയങ്കര പോഷായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയുള്ള ഭയങ്കര വലിയ സിറ്റിയാണ്. സിറ്റി ഓഫ് സ്കൈ സ്ക്രേപ്പേഴ്സ് ആൻഡ് ബിസി സ്ട്രീറ്റ്, ആൾക്കാരെ എപ്പോഴും ഇതെല്ലാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇവിടെ കംപ്ലീറ്റ് മോൾസ്, അത് ഇതെല്ലാം ഉള്ള തിരക്ക് പിടിച്ച ഒരു നഗരം. ഇപ്പോൾ നമ്മളുടെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാം കാണേണ്ടതുണ്ട്. വഴി കാഴ്ചകളെല്ലാം, മോൾസ്, ലോക്കൽ മാർക്കറ്റ്സ്, ലോക്കൽ സ്ട്രീറ്റ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഹെറിറ്റേജ് പ്ലേസസ് ഒക്കെ. തിരക്ക് പിടിച്ച മെട്രോപൊളിറ്റൻ സിറ്റിയിലൂടെ സഞ്ചരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് അത്തരം കാര്യങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ഓട്ടോ പോലത്തെ ഇവിടുത്തെ ചുറ്റും ഒരു വാഹനമുണ്ട്, ടാക്സീസായിട്ട്. പിന്നെ ടാക്സീസ് ഉണ്ട്, മോട്ടോർ ബൈക്സ് ഉണ്ട്. അതിൽ ഏതിലെങ്കിലുമൊക്കെ കയറി വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ബോംബെ ട്രാഫിക്കിനെക്കാട്ടി കഷ്ടമാണ് ഇവിടെ ബാങ്കോക്കിലെ ട്രാഫിക്. നോക്കൂ, ട്രാഫിക് ജാം ഇത് സ്ഥിരം കാഴ്ചയാണ്. റോഡ് സൈഡിലെല്ലാം തന്നെ ആഹാര സാധനങ്ങൾ, ചക്ക, പഴുത്ത ചക്ക,
നല്ല നീറ്റാണ് അവരുടെ ക്ലീനിങ് എല്ലാം. പിന്നെ പേരയ്ക്കകത്തെ പ്രധാന കാര്യം. ഒരു ഓട്ടോ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ഓട്ടോയുടെ പേര് ടുക് ടുക് എന്നാണ്. ടുക് ടുക് വാഹനത്തിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ്. അവിടെ ഇങ്ങനെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈ കാണിച്ച് നിർത്തണം. ഓട്ടോസ് കാണാനും വ്യത്യാസമുണ്ട്. ടുക് ടുക് ഇവിടെ ടുക് ടുക്കൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാലൊക്കെ നീട്ടി നമുക്ക് ഇങ്ങനെ ഇരിക്കാം. പിന്നെ ബാർഗെയിൻ ചെയ്തോളണം. എല്ലാം തോന്നുന്ന പോലെയാണ് റേറ്റ്. ഇവർ മീറ്റർ അടിക്കാന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വഴിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി നമ്മളുടെ പൈസ ഇങ്ങനെ പോകും. അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആൾക്കാരാണ്. ലോക്കലായിട്ടുള്ള ഒരു മാർക്കറ്റ് ഏരിയയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഭയങ്കര ലോക്കൽ മാർക്കറ്റ്, ഇന്ദിര മാർക്കറ്റ്. അതിനടുത്ത് തന്നെ വേറെ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഒന്ന് നടന്ന് കാണുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് മാർക്കറ്റ് ഏരിയാസ്. ഇത് കണ്ടുപിടിച്ച് പോകണം ഇന്ദിര മാർക്കറ്റ് ഭാഗം. പക്ഷേ ഒരുപാട് പിക്ക് പോക്കറ്റേഴ്സ് ഉള്ള സ്ഥലമാണ്. ബാഗെല്ലാം ഭദ്രമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാൻ പോവാണ്. എനിക്ക് അനുഭവമുള്ളതാണ്. ഒരു 15 വർഷം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗ് ബ്ലേഡ് വെച്ചിങ്ങനെ മുറിച്ച് അതിനകത്ത് പാസ്പോർട്ട് വരെ നഷ്ടപ്പെട്ട ആളാണ് ഞാൻ ആ സമയത്ത്. അപ്പോൾ അത് കാരണം ഡബിൾ സേഫ്റ്റി. അന്ന് ഞാനിങ്ങനെ സൈഡിലാണ് തൂക്കിയിരുന്ന ബാഗ്. ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിനിടയ്ക്ക് തിരക്ക്, രണ്ട് സൈഡിലും കടകൾ ഇങ്ങനെ ടെമ്പററി ആയിട്ട്. ഭയങ്കര ചീപ്പാണ്. 100 എന്ന് പറയുമ്പോൾ നമ്മുടെ 200. ഷൂ ടൈപ്പ്, ഫ്ലാറ്റ്സ് എല്ലാം കിട്ടും. This or this? 46. Let me try. ചെരുപ്പ് കടകൾ, ബാഗ്സ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ക്ലോത്ത്സ്, ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ബഹളമാണ് ഇവിടെ. ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് ടെക്സ്റ്റൈൽസ്. ഇവിടെ കുറേ ഷർട്ട്സ് കണ്ടോ, ഒരു പീസിന് 200. എന്ത് ഭംഗിയുള്ള പീസസാണ്. 200 എന്ന് പറയുമ്പോൾ നമ്മുടെ 400. 3 എടുത്താൽ 500. 500 ഏകദേശം 950 റുപ്പീസ് ആവും.
3 ഷർട്ട് കിട്ടും. ഒരു പ്രത്യേക ഇത് എന്താ പറയുക, കോളറൊക്കെ ആയിട്ട്. ബാട്ടിൻ്റെ ഷൂസാണ്, ചപ്പൽസാണ്. എന്ത് ഭംഗി നോക്കൂ. പിന്നെ പല സൈസിലൊക്കെ ഉള്ളതുണ്ട്. 100 മീൻസ് നമ്മുടെ 200. പിന്നെ ഇങ്ങനത്തെ ഷൂസ്, ഇത് വെറൈറ്റീസാണ്, ഫ്ലോറൽ ഡിസൈൻസ്, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ എന്തായാലും ഫ്ലാറ്റ്സിലേക്ക് മാറി. കാര്യം ഒരുപാട് നടക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഹീൽസ് ഇട്ട് നടക്കുമ്പോൾ ഭയങ്കര പാടാണ്, സ്ട്രെയിനാണ്. ഇവിടെ കാഷ്വൽ വാക്കിന് ഇതാണ് നല്ലത്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സസ്, ടീഷർട്ട്സ്, വലിയവരുടെയും ചെറിയവരുടെയും എല്ലാം ഉണ്ട്. 1 പീസ് 200, 120. ഇതൊക്കെ ചെറിയ കുട്ടികളുടെയൊക്കെ 120 ആണ്. ചെറിയ കുട്ടികളുടെ ഫിഷ് ഗ്രില്ലിങ് ഇവിടുത്തെ ഒരു കോമൺ കാര്യമാണ്. ഫുൾ ഫിഷ് ഗ്രില്ല് ചെയ്ത് അതിങ്ങനെ പാർസലായിട്ട് കൊടുക്കും. ചെറിയ ഇടുക്കിയ വഴിയാണ് ഇവിടെ എല്ലാം. മസാജ്, ഫുഡ് മസാജിൻ്റെ സ്ഥലങ്ങളുണ്ട് സൈഡ്സിലായിട്ട്. കുറച്ച് ഡൗൺ ടൗൺ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പോഷായിട്ടുള്ളത് പറയാം. ലോക്കലായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഏരിയാസാണ്, ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. മോൾസ് അല്ല, ലോക്കലായിട്ടുള്ള പ്ലേസസ്. ഒക്കെ തായ് ഡിഷസ് തന്നെയാണ്. ബട്ട് തായ് ഇവിടെയൊക്കെ റെഡിമെയ്ഡായിട്ട് കറീസ് എല്ലാം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, കഴിക്കാൻ പറ്റും. റെഡ് കറി, ഗ്രീൻ കറി എല്ലാം വയ്ക്കാൻ പറ്റും. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ എന്താ പറയുക, തായ് വിഭവങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തൂക്കി ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം. അതും സെയിൽ ചെയ്യാനാണ്. ഇപ്പോൾ ലെമൺ ഗ്രാസ് ആണെങ്കിലും ഗാലങ്കലാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം.
അപ്പോൾ ലോക്കൽ തായ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് തന്നെ കഴിക്കണം എന്ന് പറയും. റെസ്റ്റോറൻറ്റ് കഴിക്കുന്നതിനെക്കാട്ടിലും അത് തന്നെയാണ് രസം. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഉണ്ട്, സ്ട്രീറ്റ് ഫുഡ് കൾച്ചർ.